നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കർഷക സമരം ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിലാണ്. ആയിരക്കണക്കിന് വരുന്ന കർഷകർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിരാവിലെ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായി ഇവർ ഇവിടെ ഉണ്ട്. വൈകുന്നേരമാകുമ്പോൾ ട്രാക്ടറുകളിലേക്കും മറ്റ് സജ്ജീകരണങ്ങളിലേക്കുമൊക്കെ പോയി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രാവിലെ ആയതോടുകൂടെ കർഷകർ ഇങ്ങോട്ട് അതിർത്തിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓരോ കർഷക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ പതാകകളും നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ ആയിട്ട് അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെയൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് ഈ പ്രദേശങ്ങളിൽ ഈ ഒരു നമുക്ക് തൊട്ട് മുന്നിൽ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ബാരിക്കേഡുകളിൽ അടുത്തുവരെ ആളുകൾ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ ഉള്ളത് കുറച്ച് ഒരു 50 മീറ്റർ ഇപ്പുറത്ത് കർഷക സംഘടനകൾ തന്നെ ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണത്തിൽ ഒരു ചെറിയ കയർ വലിച്ചു കെട്ടിയിട്ട് അതിനപ്പുറത്താണ് പ്രതിഷേധക്കാരെ നിർത്തിയിരിക്കുന്നത്. പോലീസല്ല, കർഷകർ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഡൽഹിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പറഞ്ഞത്. പാലത്തിന് തൊട്ട് അപ്പുറത്ത് ഹരിയാനയാണ്. ഹരിയാന പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് ഉണ്ട്. ഇന്ന് ഇതുവരെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ കർഷകർക്ക് നേരെ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ഇന്നലെ രാത്രിയും വൈകിട്ടുമൊക്കെ നിരവധി തവണ കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ രാജ്പുര എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ടൗണാണ്. അവിടെ ആശുപത്രിയിൽ 10-70ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കർഷകരെ ഒരു കാരണവശാലും ഹരിയാന കടന്ന് ഡൽഹിയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഹരിയാന പോലീസ്. എന്നാൽ ഇവർ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങൾ കർഷക സംഘടന പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. പഞ്ചാബിൽ നിന്നെത്തിയ കർഷകർ പറയുന്നത് ഹരിയാനയും കടന്ന് ഡൽഹിയിലേക്ക് പോകുമെന്നാണ്. दिल्ली जो जथेबंदियों की मीटिंग चल रही है सरकार के साथ, 2 दिन का टाइम लिया है. आज शाम को 5 o'clock इवनिंग टाइम मीटिंग है. वो मीटिंग में जो भी सिट्टा निकलेगा फिर पता चलेगा. अगर सरकार जो कोई जगह दे देती है बैठने के लिए आगे, जहाँ बैरिकेड हटा देती है, जहाँ हमारी मांगें पूरी कर लेती है, तो फिर फैसला हो जाएगा. अगर नहीं मानने की कोई बात भी तो फिर सुबह जो है जो भी एक्शन जथेबंदी लेगी फिर आगे जाएंगे. उसके लिए जो भी होगा फिर वो जिम्मेवार सरकार होगी. डिमांड जो पहले दिल्ली में मोर्चा लगा है वही डिमांड है, कोई फालतू नहीं है. वही जो मांगी हुई है माने वही वापस लेनी है, दूसरा नया कोई नहीं है. MSP है, जो 2020 बिल था, 100 बिल, उसमें जो भी है वो वापस ले सरकार. ऐसी 4-5 मांगे हैं. तो आज ये बैरिकेड कर दी गई है कि जथेबंदियों वालों कि जो भी शरारती अंसर आते थे वो पत्थर फेंकते थे तो वो बंद कर दिए हैं कि कोई अंसर शैतानी अंश ना आए. क्योंकि ये जो लोग हमारे आए हुए हैं ये तो कोई गड़बड़ नहीं करते हैं. ये तो जो कहेंगे आगू किसान जथेबंदी के आगू वही मानेंगे. लेकिन जो शरारती सरकार भेजती है वो फिर कभी दारू पी के आते हैं, फिर किसी पत्रकार को मार देते हैं, तो वो इल्ज़ाम हम पर आता है. इसलिए हमने सोचा है कि आगे किसी को जाने न दो. തൽക്കാലം ഇവിടെ നിൽക്കാനാണ് നേതാക്കൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനുശേഷം മാത്രമായിരിക്കും 2 ദിവസത്തെ സമയം അവർ നൽകുകയാണ്. മീറ്റിങ്ങുകൾ എന്താണ് തീരുമാനം, ആ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നാണ് കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.